നവയുഗത്തിലെ സങ്കീർണമായ വെല്ലുവിളികൾ ഏറ്റെടുത്ത് അനേകം വൈദികരിത ക്രിസ്തുവിന്റെ സുവിശേഷ ദീപവുമേന്തി ലോകമെങ്ങും പോകുന്നു. ദൈവരാജ്യവേലയിൽ അവരിത തളരാതെ മുന്നേറുന്നു. ഇത് ആഫ്രിക്കയിലെ ദരിദ്ര രാഷ്ട്രമായ മലാവി എന്ന ദേശത്ത് ക്രിസ്തു സ്നേഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി കടന്നു ചെന്ന് സേവനം ചെയ്യുന്ന ഫാദർ ഷെറിൻ കപ്പുച്ചിൻ. തികച്ചും വെല്ലുവിളികൾ നേരിടുന്ന തന്റെ ആഫ്രിക്കൻ മിഷൻ വയലിനെക്കുറിച്ചും തന്റെ ദൈവവിളിയെക്കുറിച്ചും ഷെറിനച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഷെറിനച്ച, ശാലോം ടി വിയിലെ ജോഷു എന്ന പ്രോഗ്രാമിൽ അച്ഛനോടൊപ്പമുള്ള ഈ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫാദർ ഷെറിൻ ചേരാൻ തുരുത്തി. അച്ഛൻ്റെ വീട് അച്ഛൻ ആദ്യ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കാലടിക്കടുത്ത് എറണാകുളം അതിരൂപതയിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാലടിക്കടുത്ത് കൊറ്റമ്മ എന്ന് പറയുന്ന സ്ഥലത്താണ്. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, മൂത്ത മകനാണ് അച്ഛൻ. ഒരു അനിയനും ഒരു അനിയത്തിയുണ്ട്. അച്ഛന് കുഞ്ഞുനാൾ മുതലുള്ള അച്ഛനാവാനുള്ള ഒരു ആഗ്രഹത്തെ പ്രതി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ കപ്പുച്ചിൻ സഭയിൽ ഇലഞ്ഞിപ്പുറയിൽ ചേർന്ന് വൈദിക പരിശീലനം തുടങ്ങി. മൈനർ സെമിനാരി കഴിഞ്ഞപ്പോൾ, ഫിലോസഫി കഴിഞ്ഞപ്പോൾ അച്ഛന് ആഫ്രിക്കയിൽ മലാവി എന്ന് പറയുന്ന രാജ്യത്തേക്ക് ഓപ്റ്റ് ചെയ്ത് പോകാനും അവിടെ തിയോളജി പഠനവും റീജിയൻസിയും അതിനുശേഷം വൈദിക 4.5 വർഷത്തോളം അവിടെ തന്നെ ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിച്ചു. 2.5 മാസമായിട്ടാണ് നാട്ടിൽ ഉള്ളത്. അവിടുത്തെ ആഫ്രിക്കയിലെ ഒരു മിഷണറി വിശേഷങ്ങളാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അച്ഛനോട് ചോദിക്കാൻ തോന്നുന്നത്, ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അവിടെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ മേഖലകൾ എന്തൊക്കെയാണ്? 4.5 വർഷം അത്തരം ചില വ്യക്തിപരമായ അനുഭവങ്ങൾ അച്ഛനൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ 2 വർഷം ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാർജുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞപ്പോൾ മലാവിയുടെ സദേൺ പാർട്ടിലേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ അവിടെ വരികയും അവിടെ ഞങ്ങളുടെ ഒരു ആശ്രമത്തിൻ്റെ ചാർജായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, അതൊരു ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അവിടേക്കാണ് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് എൻ്റെ അധികാരികൾ എന്നെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ടൊരു ഗ്രാമപ്രദേശം, കറണ്ടോ വെള്ളമൊന്നും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ആശ്രമത്തിലുണ്ട് തീർച്ചയായിട്ടും, ആൾക്കാരുടെ അങ്ങനെ ഒരു പക്ക വില്ലേജായിരുന്നു അത്. അപ്പോൾ അവിടെയാണ്. പിന്നെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ, നമ്മളെന്തിനാണ് ഇവിടെ വന്നത് ആ ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ നാട്ടിലെ പോലെ ധ്യാന കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ സുവിശേഷം പറയാനുള്ള വേദികളൊക്കെ കുറവാണ്. ഇപ്പോൾ നമുക്ക് ധ്യാന കേന്ദ്രങ്ങളൊന്നുമില്ല. പള്ളിയുണ്ട് തീർച്ചയായിട്ടും, ഞങ്ങൾ പള്ളിയിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ആൾക്കാർക്ക് ധ്യാനം കൂടാനോ അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളോ വചനം പറയാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കൂടുതൽ ആൾക്കാരിലേക്ക് വചനം എത്തിക്കണം അല്ലെങ്കിൽ വചനം പറയണം ആൾക്കാരോട്, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്നൊരു സമയത്താണ് ആ ഒരു സ്ഥലത്ത് ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നവംബർ മാസങ്ങളിലൊക്കെ ദാരിദ്ര്യത്തിൻ്റെ സമയമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒത്തിരി ഫുഡ് ഷോർട്ടേജൊക്കെ ആ രാജ്യത്ത് ആകമാനം ഉണ്ടായി. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ആ ഒരു ക്രൈസിസിൽ ഏറ്റവും ആൾക്കാർക്ക് നമുക്ക് വേണ്ട ഒരു കാര്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് 10 പേർക്കെങ്കിലും ഭക്ഷണം ഒരാഴ്ച നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റണമെന്നൊക്കെ ആഗ്രഹം എൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്ന എല്ലാ അച്ഛന്മാർക്കും ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലേക്ക് ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് അവർക്ക് എടുത്തു കൊടുത്തേക്കണത് ഞങ്ങൾ പട്ടിണി കിടന്നേറുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു ആഗ്രഹമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഈ സമയത്ത് ചെയ്യണം എന്നുള്ളൊരു തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അത് നമ്മൾ ആരാധനയിൽ എല്ലാ ദിവസവും ആരാധനയുണ്ട്. 5:30 മുതൽ 6 മണി വരെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആരാധനയുണ്ട്. ഞങ്ങൾ 5 വൈദികർ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഈശോയായിട്ട് തുറന്നു തരാനായിട്ട്, ആൾക്കാർക്ക് വേണ്ടി ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ളൊരു ഇത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, വചനം പ്രഘോഷിക്കണം, 2 ആൾക്കാർക്ക് വേണ്ട ഭക്ഷണം മാറാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളൊരു ഇതുണ്ട്, എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ നമുക്കങ്ങനെ ഒരു ഫിനാൻഷ്യലായിട്ട് കപ്പുച്ചിൻസ് അത്ര സമ്പന്നമായിട്ടുള്ളൊരു കോൺഗ്രിഗേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ റിസോഴ്സസ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല.
അപ്പം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഈശോയുടെ മുമ്പിൽ, ആരാധനയ്ക്ക് മുമ്പിൽ ഞങ്ങളിങ്ങനെ 5 അച്ഛന്മാരും ഒരു തീരുമാനം എടുത്തു. ഒരേ സ്വരത്തിൽ ഒരു തീരുമാനം എടുത്തു. ഒരു ആഴ്ചയിൽ ഒരച്ഛൻ 2 നേരം ഉപവസിക്കും. അങ്ങനെ 5 അച്ഛന്മാരും 2 നേരം ഉപവസിച്ച് 10 പേർക്കുള്ള ഫുഡ് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ആൾക്കാർക്ക് കൊടുക്കും എന്നുള്ളൊരു തീരുമാനം അങ്ങനെ എടുത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഈശോയുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ തീരുമാനം എടുത്ത് ഞാൻ ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് എൻ്റെ റൂമിൽ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അവിടെ മുൻപ് മലാവിയിൽ വന്നിട്ടുള്ള ഒരു സഹോദരൻ, ഒരു ഷാജി ജോസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം മുൻപ് ആഫ്രിക്ക വിസിറ്റ് ചെയ്തിരുന്നു, മലാവിയിൽ വന്നിരുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാണ്, അച്ഛൻ കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ കുറിച്ച് അച്ഛൻ സംസാരിച്ചല്ലോ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് 10 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ളൊരു സംരംഭം. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ പിന്നത്തെ ആഴ്ചയിൽ എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച ആഫ്രിക്കയിൽ മലാവിലേക്ക് വരാണ് എന്ന് പറഞ്ഞിട്ട് പിറ്റേ ആഴ്ച ഒരു ദൈവനിയോഗം പോലെ ഷാജിചേട്ടൻ ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് വന്നു. അങ്ങനെ സാഹചര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഫണ്ട് റൈസ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു ശുശ്രൂഷ തുടങ്ങി. അപ്പം നമ്മുടെ മനസ്സിലും നമ്മൾ വെറും ഒരു സോഷ്യൽ വർക്കറല്ല, കാരണം നമ്മളൊരു സുവിശേഷ പ്രഘോഷണം കൂടി. അപ്പം എങ്ങനെ ഈ ഒരു അവസരത്തെ സുവിശേഷവൽക്കരണം നടത്താനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചു. അങ്ങനെ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു ശുശ്രൂഷ തുടങ്ങി. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും നമ്മൾ ഏകദേശം 10 വില്ലേജുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു ശുശ്രൂഷയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അവർ അങ്ങനെ ഒത്തിരി ജനറസ് ആയിട്ടുള്ള ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ ആ ശുശ്രൂഷ 100 പേരിലേക്ക് വ്യാപിപ്പിച്ചു. ഏകദേശം 110 പേര് നമ്മുടെ വീട്ടിൽ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും വരും. എന്നിട്ട് അവർ 9 മണിയാകുമ്പോൾ അവർ വരും. അവർ വന്നിട്ട് അപ്പം ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ വന്ന് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ ക്ലീനാക്കും. അതൊന്നും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, അതൊക്കെ പറയാതെ ആൾക്കാർ നമുക്ക് ചെയ്തു തരുന്നു. അത് കഴിഞ്ഞിട്ട് 10 മണി മുതൽ 12 മണി വരെ അവർക്കൊരു വചന ശുശ്രൂഷ ക്ലാസ്സുകളും ധ്യാനം പോലെ പാട്ട് പഠിപ്പിക്കും, ബൈബിൾ ഷെയറിങ്, അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വചനം പറയാനുള്ളൊരു ഇത് പരിശീലനം. അപ്പം 100 പേരെ ഒരാഴ്ച നമുക്ക് കിട്ടാണ്. അങ്ങനെ തുടങ്ങി. എന്നിട്ട് ഇവർ തന്നെ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർ, ഇവരുടെ വില്ലേജുകളിൽ നിന്ന് തന്നെ ആൾക്കാർ വന്നിട്ട് ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം ഇവർ ഭക്ഷിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷിച്ചിട്ട് ഇവർ തിരിച്ചു പോകും. അങ്ങനെ ഒരു ശുശ്രൂഷ. അപ്പോൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് മറ്റ് നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങൾക്ക് മാത്രമല്ല, എല്ലാവരിലേക്കും ഇത് എല്ലാ ഡിനോമിനേഷൻസ് ഉണ്ടായിരുന്നു. എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളും പിന്നെ മുസ്ലിംസ് വരെ ഉണ്ടായിരുന്നു. ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരും നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് പങ്കുചേരുമായിരുന്നു. അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യേണ്ട വിറക് സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവരും, നമ്മൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു 110 പേർക്ക്. അപ്പോൾ എല്ലാ ആഴ്ചകളിലും 110 പേര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. നമ്മൾ അവർക്ക് ഈ ഭക്ഷണത്തോടൊപ്പം തന്നെ അവർക്ക് വചനം കൊടുക്കുന്നു. അങ്ങനെ 110 പേരിലേക്ക്. പിന്നെ കുറച്ചും കൂടി ദാരിദ്ര്യമൊക്കെ അല്പം കഠിനമാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ ആവശ്യം വന്നു, അച്ഛൻ ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തരണം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ ഷാജിചേട്ടൻ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങി. ഒരു ആൻമേരി ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഷാജിചേട്ടൻ്റെ സഹായത്തോടു കൂടെ തന്നെ ആ സംരംഭം തുടങ്ങി. അങ്ങനെ ഒരു ഫൗണ്ടേഷനായിട്ട് മലാവിയുടെ ഗവൺമെൻറ്റിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വിപുലപ്പെടുത്തി. അങ്ങനെ കുറച്ചധികം വില്ലേജുകളിലേക്ക് 4-5 സെൻറ്ററുകളിലേക്ക് ഏകദേശം 250 ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം തുടങ്ങി. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ആയിരുന്ന മിക്കൊക്കെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അതോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് സോംബ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എല്ലാ ശനിയാഴ്ചകളിലും ഒരു 300-400 ഇടയ്ക്ക് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനം. പിന്നെ അതോടൊപ്പം തന്നെ ലിലോങ്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ അവിടെ ഇതുപോലെ തന്നെ 150 പേർക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അവിടെയൊക്കെ നമ്മൾ ഈശോയെക്കുറിച്ച് പറയും. ഇപ്പം ഞങ്ങൾ ഈ 5 സെൻറ്ററുകളിലേക്ക് ഞങ്ങൾ ഭക്ഷണം എത്തിക്കും, ഭക്ഷണത്തിൻ്റെ പാക്കുകൾ ഞങ്ങൾ എത്തിക്കും. അപ്പോൾ അവർ വരുമ്പോൾ ഓരോ സെൻറ്ററിൽ 50 പേർക്ക് 50 കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. അപ്പോൾ 50 പേര് മാത്രമല്ല വരുന്നത്, ഏകദേശം അവർ കുഞ്ഞുമക്കളുണ്ടാവും, മക്കളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും ഈ ഭക്ഷണം മേടിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 100-150 ആൾക്കാരധികം
ഈ ഫുഡ് സ്വീകരിക്കാനായിട്ട് ഓരോ സെൻറ്ററുകളിലേക്കും വരും. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ കർത്താവിൻ്റെ വചനം പറയാനായിട്ട് ഞങ്ങൾ ബൈബിൾ ഷെയറിങ് അല്ലെങ്കിൽ 1-2 പാട്ടുകൾ പഠിപ്പിക്കും. കുറച്ച് സമയം അവരോടൊപ്പം സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് അടുത്ത സെൻറ്ററുകളിലേക്ക് പോകും. അങ്ങനെ എല്ലാ വ്യാഴാഴ്ചകളിലും അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിലോങ്വേ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ആൾക്കാർക്കും 150 പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിരുന്നു. ഇതൊന്നും നമ്മുടെ കഴിവല്ല, ഈശോ ഇങ്ങനെ നൂലെ കെട്ടി ഇറക്കി തരാമെന്നൊക്കെ പറയില്ലേ, അതുപോലെ എല്ലാം ദൈവം തന്നതാണ്. അല്ല, അച്ഛൻ അത് പറയുമ്പോൾ തന്നെ ക്ലിയർ ആണ്. കാരണം അച്ഛൻ ആ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട്, ഓരോച്ഛന്മാർ ആഴ്ചയിൽ 2 ദിവസം നേരം വീതം ഉപവസിച്ചിട്ട് 10 പേർക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫോൺ കോൾ കിട്ടാൻ, അതൊക്കെ തമ്പുരാൻ്റെ ഒരു കർത്താവിൻ്റെ ഒരു കൃത്യ ഇടപെടലാണ് നമ്മളുടെ ക്ലിയറാണ്. എൻ്റെ ഒരു ചോദ്യം, ഇതുപോലത്തെ ഒരു പ്രദേശത്ത്, ആഫ്രിക്കയിൽ ഉള്ള പോലത്തെ സ്ഥലത്ത്, ഞാനും ആഫ്രിക്ക യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് തിക്താനുഭവങ്ങളില്ലേ? തീർച്ചയായിട്ടും. സ്ട്രഗിൾസ് ഇല്ലേ? ഇത് സന്തോഷമാണ് തീർച്ചയായിട്ടും, പക്ഷെ എല്ലാം സുഗമമായിരിക്കാൻ വഴിയില്ലല്ലോ. ഇല്ല, പ്രതിസന്ധികളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളന്മാരുടെ ശല്യമൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരുപാട് മിഷണറിമാരെ ആക്രമിക്കപ്പെടുന്നു. അതും നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്കൊന്നുമില്ലാത്ത ആൾക്കാർ, ഭക്ഷണത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ, വിശപ്പ് കയറിക്കഴിഞ്ഞാൽ എന്തും മനുഷ്യന് എന്തും ചെയ്യും അല്ലേ? അതുപോലെ നമുക്കൊരിക്കലും ഞാൻ കുറ്റം പറയല്ല, പക്ഷെ എന്നാലും അങ്ങനെയൊക്കെയുള്ള അതൊക്കെ നമ്മൾ ആ രാജ്യത്ത് അവർക്ക് വേണ്ടി സേവനം ചെയ്യാനായിട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ മിഷണറിമാർക്ക് ഉണ്ടാകുമ്പോൾ അതൊരു ഡിസ്കറേജിങ് ആയിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് ഒരു എന്താ പറയുക, നമുക്ക് ഭക്ഷണം അവർക്കില്ലാത്തത് കൊണ്ട് അവർ ചെയ്യുന്നു അല്ലേ, അങ്ങനെയൊക്കെയുള്ളൊരു അങ്ങനെ ചിന്തിക്കും. പിന്നെ നമുക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഹൗസ് ഇതുപോലെ അറ്റാക്ക് ചെയ്യപ്പെട്ടു 2006 ഇങ്ങനെ അച്ഛന്മാരെ വെട്ടിപ്പെരിക്കേൽപ്പിക്കും, തലയ്ക്ക് വെട്ടുകൊണ്ട് അച്ഛന്മാരുണ്ട്, എല്ലാ സാധനങ്ങളും മലാവി തന്നെ. അങ്ങനെ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് അവർക്ക് കള്ളന്മാരുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ ഹൗസിലുണ്ടായിരുന്ന എല്ലാ വണ്ടിയടക്കം എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഒരു പരിപാലനം അവിടെ ഉണ്ടായിരുന്നു. നമുക്കൊന്നും സാധാരണ അവിടെ ഒന്നും ഉണ്ടാവാത്തൊരു കാര്യം, അവർ ഉപദ്രവിക്കും, പക്ഷേ ചിലപ്പോൾ കൊന്നു കളഞ്ഞിട്ടൊക്കെ ഉണ്ട് ചിലവരെ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു പരിക്കും കൂടാണ്ട് നമ്മളെയൊക്കെ രക്ഷിച്ചു എന്നുള്ളതാണ്. എനിക്ക് തന്നെ ഒരു അനുഭവം, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു അനുഭവം. ഞാനിങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മുസൂസു എന്ന് പറയുന്ന എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ലിലോങ്വേ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലേക്ക് വൈകിട്ട് യാത്ര ചെയ്യാണ് 6 മണിക്ക്. അപ്പം ഞാൻ ചെല്ലേണ്ടത് ഒരു പള്ളിയിലേക്കാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ തന്നെ ലിലോങ്വേ തന്നെ 2 ഹൗസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെല്ലേണ്ട സ്ഥലം ഒരു കഗ്വ പാരീഷ് എന്ന് പറഞ്ഞൊരു പാരീഷിലേക്കാണ് ഞാൻ പോകേണ്ടത്, പള്ളിയിലേക്ക്. അപ്പോൾ ഓൺ ദ വേയിൽ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇന്ന് ഇങ്ങോട്ട് വരണ്ട, നാളെ രാവിലെ വന്നാൽ മതി. അപ്പോൾ മറ്റേ ഹൗസിൽ നിന്ന് അച്ഛൻ വന്ന് പിക്ക് ചെയ്യും. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് അച്ഛൻ്റെ കൂടെ പോക്കോ, നാളെ രാവിലെ അങ്ങ് വന്നാൽ മതി. ഞാൻ വീട്ടിൽ ചെന്ന് കയറി ഏകദേശം 11:30 ഞാൻ ലിലോങ്വേ എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിലെത്തി. എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാർ എന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പോകേണ്ട സ്ഥലത്തേക്കല്ല, വേറെ സ്ഥലത്തേക്ക്, വേറൊരു ആശ്രമത്തിലേക്ക്, ഞങ്ങളുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച്, കുളിച്ച് ഭക്ഷണം കഴിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് കിടക്കാനായിട്ട് ഏകദേശം ഒരു 12:30 കിടക്കാനായിട്ട് പോകുമ്പോൾ ഒരു ഫോൺ കോൾ വരാണ്. ഞാൻ ചെല്ലേണ്ടിരുന്ന ആ ഹൗസിൽ കള്ളന്മാർ കയറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ശ്രദ്ധിച്ചു. ഇപ്പോൾ ചിലപ്പോൾ അവിടേക്കും വരാനുള്ളൊരു സാധ്യതയുണ്ട്, അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടൊരു ഫോൺ കോൾ വരാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാർ 2 പേര് അവിടെ ഉണ്ടായിരുന്നു, അച്ഛന്മാരുണ്ടായിരുന്നു. അവരൊന്നും ഉപദ്രവിച്ചില്ല. കള്ളന്മാർ വരികയും വീട് ആക്രമിക്കുകയും വീടൊക്കെ വാതിലൊക്കെ തല്ലി പൊളിച്ച് അകത്ത് കയറി. പക്ഷെ അവരൊന്നും ഒരു ഉപദ്രവം കൊടുക്കാതെ അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്തിട്ട് പോയി. പക്ഷെ അപ്പോഴും അച്ഛൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനൊരു പുരോഹിതനാണ്, എനിക്ക് തരാനായിട്ടൊന്നുമില്ല, എൻ്റെ ഒരു ആശീർവാദം വാങ്ങിച്ച് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞിട്ട് അവരെ ബ്ലെസ് ചെയ്തിട്ട് ആ പുരോഹിതൻ അവരെ വിട്ടു, കള്ളന്മാരെ പറഞ്ഞു വിട്ടു. ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഒരു വീട്ടിൽ കയറുമ്പോൾ അവരെ പിന്തുടരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ഉപദ്രവം കാണിച്ചിട്ട് ഏതൊരു സ്ഥലത്ത് കള്ളം കയറിയാലും അങ്ങനെ ചെയ്തിട്ട് പോകാറുള്ളൂ സ്വാഭാവികമായിട്ടും. പക്ഷേ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ വലിയൊരു പരിപാലനയായിട്ട് കാണാണ്. സഹോദരന്മാർക്ക് ഒരു അപകടവും വരുത്താണ്ട് ഈശോ നോക്കി എന്നുള്ളൊരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫുഡിൻ്റെ പരിപാടികളായാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം, ഒരാശയം, 10 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടം അതായിരുന്നില്ല.
അത് വളർത്തി. ആ ശുശ്രൂഷയെ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുമ്പോൾ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് 5000 കൊടുത്തു. 5 അപ്പം 5000 കൊടുത്തു എന്ന് പറഞ്ഞ പോലെ 10 പേർക്ക് ആരംഭിച്ചൊരു ശുശ്രൂഷ അത് 100 പിന്നെ 1000 പിന്നെ 4 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ രജിസ്റ്ററൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 10-15,000-ഓളം പേര് നമ്മളിൽ നിന്ന് ഫുഡ് ഭക്ഷണം സ്വീകരിച്ചു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4 മാസത്തിനുള്ളിൽ നമുക്കൊരു 10,000-20,000 ആൾക്കാരോട് സുവിശേഷം പറയാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. പക്ഷേ അപ്പോഴും നമുക്ക് ഒരു ചെറിയൊരു ചിന്ത, സുവിശേഷം പ്രസംഗിക്കണം എന്നുള്ളൊരു ചിന്ത അതുണ്ടാകുകയും അത് തമ്പുരാൻ അതിനെ വളർത്തിയതാണ്. നമ്മുടെ കഴിവോ ഒന്നുമല്ല, ഈശോ തന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ ഒരു ചെറിയ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവം ഒരു വലിയ പ്രോജക്റ്റായിട്ട് വളർത്തുമ്പോഴും ഇത് നമ്മുടെ കഴിവല്ല, അല്ല എൻ്റെ കഴിവല്ല, ഇത് കർത്താവ് തന്നതാണ്, കർത്താവിൻ്റെ കഴിവാണെന്ന് പറയാൻ കഴിയുന്നതാണ് ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതാണ് അച്ഛൻ്റെ ദൈവം തന്നിട്ടുള്ള ഒരു വലിയ ഗുണമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അച്ഛൻ ഞാൻ വളരെ മറ്റൊരു പേഴ്സണലായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒക്കെ പേര് ഞാൻ ആദ്യം ചോദിച്ചില്ല. അപ്പച്ചൻ്റെ പേര് റോക്കി എന്നാണ്, അമ്മച്ചിയുടെ പേര് ലിസി. അനിയൻ്റെ പേര് ജെറിൻ, അനിയത്തിയുടെ പേര് ജിയ. ഈ കുടുംബം ഇന്ന് എന്തു പറയുന്നു? മൂത്ത മകൻ വൈദികനായി കഴിഞ്ഞ് ഇന്ന് ആ വീട്ടുകാരുടെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഒരു വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അച്ഛനെ കാണാൻ പറ്റും. എന്താണ് വീട്ടുകാരുടെ ഒരു ഇന്നത്തെ ഒരു? വീട്ടുകാർക്ക് ഞാൻ പുറത്തേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ആഫ്രിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അവർക്ക് അത് സ്വീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അവർക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ അടുത്തില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അലട്ടുന്ന പ്രശ്നമായിരുന്നു. അപ്പോൾ കൂടെ പറയായിരുന്നു, ഇനി കുറച്ച് നാളായില്ലേ തിരിച്ച് പോരെ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു വീട്ടുകാരുടെ ഇടയിൽ നിന്ന്. പക്ഷേ അവരൊക്കെ എന്താ പറയുക, അതൊരു പുറത്ത് അങ്ങനെ ഒരു രാജ്യത്ത് പോയിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ വീട്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടികൾ. മാതാപിതാക്കളുടെ ഒരു തീർച്ചയായിട്ടുള്ള സ്വാധീനം അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഈ സമയത്ത് ഞാൻ എല്ലാ എപ്പിസോഡിലും തന്നെ അച്ഛന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യം, പരിശുദ്ധ അമ്മ വൈദികർക്ക് വലിയൊരു തുണയാണെന്ന് എല്ലാവരും സാക്ഷ്യപ്പെടുത്താറുണ്ട്. എൻ്റെ ചോദ്യം അമ്മയെക്കുറിച്ച് മാത്രമല്ല, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അച്ഛന് പറയാം. അച്ഛൻ്റെ ഈ ഒരു അല്ലെങ്കിൽ ഈ നാട് വിട്ട് ദേശം വിട്ട് മറ്റൊരു മറുനാട്ടിൽ പോയി ഒരു മിഷണറിയായി ആഫ്രിക്ക പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും ശുശ്രൂഷ, അത് അച്ഛൻ പറഞ്ഞു കേൾക്കുമ്പോൾ അത്രയും പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കുന്ന സ്ഥലം, കഷ്ടപ്പെടുന്ന സ്ഥലം, ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ മോഷ്ടിക്കുന്ന ഇടം, ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ശുശ്രൂഷ ചെയ്യേണ്ടിയൊക്കെ വരുമ്പോഴൊക്കെയും തളർന്നു പോകാതിരിക്കാൻ, ക്ഷീണിച്ചു പോകാതിരിക്കാൻ, അതുപോലെ തന്നെ ആത്മീയമായി ഉണ്ടാകാവുന്ന അപകടങ്ങൾ, നമ്മൾ വീണു പോകാവുന്ന ധാരാളം സാഹചര്യങ്ങൾ, പ്രലോഭനങ്ങൾ, പ്രശ്നം, ഇതിൻ്റെയൊക്കെ നടുവിൽ പ്രത്യേകിച്ച് ആഫ്രിക്ക പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന് ധാരാളം സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ നടുവിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുക? എന്താണ് അച്ഛൻ്റെ ഒരു സീക്രട്ട് ഈ ഒരു ജീവിതത്തിന്? അമ്മയുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് എന്നാണ് നമ്മൾ പറയില്ലേ, ത്രൂ മേരി ടു ജീസസ്. അപ്പോൾ നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കുറുക്കുവഴിയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ കൈ പിടിച്ച് അമ്മ നമ്മൾ കൊന്ത ചെല്ലാനായിട്ട് അല്ലെങ്കിൽ മാതൃഭക്തിയിൽ നമ്മൾ വളരുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൈ പിടിച്ച് ഈശോയിലേക്ക് നയിക്കും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ ഞാൻ ആഫ്രിക്കയിലായിരുന്നു, മലാവിയിലും ഇതുപോലെ തന്നെ മാതൃഭക്തി അല്ലെങ്കിൽ കൊന്തയൊക്കെ ഇടുന്ന ഒരു ശീലം ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതൊരു അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ പോലെ അവർ ഷർട്ടിന് പുറത്ത് കൊന്തയൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാതാവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ആ ഒരു മാതൃഭക്തി ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങളിതുപോലെ തന്നെ ഒത്തിരി പാവപ്പെട്ട ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുണ്ട്. നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സാധ്യതകൾ വചനം പ്രഘോഷിക്കാനായിട്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ആശ്രമത്തിൽ മതിലിന് ചുറ്റും ഞങ്ങൾ കർത്താവിൻ്റെ വചനം എഴുതി വയ്ക്കുമായിരുന്നു. എല്ലാം ഓരോ മതിലുമ്മേ ഓരോ ബ്ലോക്കുമ്മേ കർത്താവിൻ്റെ ഓരോ വചനം ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഭാഷയുടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചിലപ്പോൾ ആൾക്കാരെന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് സഹായത്തിനൊക്കെ നമ്മൾ വരുമ്പോൾ വെറുതെ പൈസ കൊടുത്ത് ഞാൻ വിടാറില്ല. അവരോട് പറയും ആ വചനം വായിക്കാൻ പറയും. അങ്ങനെ ആ മതിലയിൽ വെച്ചിരിക്കുന്ന 5-8 വചനങ്ങൾ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ അവരെയും കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. അപ്പോൾ അന്ന് കാരണം ഞാൻ നോർത്തിലായിരുന്ന സമയത്ത് ടുംബുക്ക എന്ന് പറയുന്ന ഒരു ഭാഷയാണ്. പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റം കിട്ടി, 2 വർഷം കഴിഞ്ഞ് അവിടെ നിന്ന് മാറ്റായി പുതിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ പുതിയ ഭാഷ ചിച്ചേവ എന്ന് പറയുന്ന ഒരു ഭാഷയായിരുന്നു, പുതിയ ഭാഷ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കാരണം ഞാൻ പുതിയൊരു ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സം അവിടെ ഉണ്ടായിരുന്നു.
മാനസികമായിട്ട് ചിന്തിക്കുമ്പോൾ ഭാഷ അതൊരു തടസ്സമാണ്. പക്ഷെ നമ്മൾ വേറെ രീതിയിൽ സുവിശേഷം പറയണമെന്ന് ഒരാഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞൊരു സാധ്യതയായിരുന്നു അവരെ കൊണ്ട് അതൊക്കെ വായിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വചനങ്ങൾ ഞാൻ അവരെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പൈസ കൊടുക്കുമ്പോഴായാലും അവർ ആ വചനം വായിച്ചതിൻ്റെ കൂലിയായിട്ട് ഞാൻ അവർക്ക് കൊടുക്കും. അല്ലാതെ ഞാൻ കൊടുക്കുന്ന ഒരു ഭിക്ഷയായിട്ട് ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറില്ല. പക്ഷെ അവർ ചെയ്തതിൻ്റെ ആ ഒരു ജോലിയുടെ ആ ഒരു എന്താ പറയുക കൂലിയായിട്ട് നമ്മളത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ നമുക്കൊക്കെ മുന്നിലുണ്ട്. പല രീതിയിൽ ഇന്ന് സുവിശേഷം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ നമുക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ മേക്ക് യൂസ് ചെയ്യുന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് വീണ്ടും തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ ആ ഒരു വലിയ മാധ്യസ്ഥ്യം അച്ഛൻ പറഞ്ഞു. അതുപോലെ ഈ വചനം വായിപ്പിക്കുന്നതും ആ സുവിശേഷത്തിൽ വ്യക്തിപരമായി ഒരു കൊടി കൂടി കടന്ന് ഞാൻ ചോദിച്ചാൽ, കാരണം ഒരു വൈദികൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് നയിക്കുക എന്നുള്ളത് തന്നെയാണ്. അത്തരം ഒരു വിശ്വസ്തയോടെ ജീവിക്കാൻ, ഞാൻ വിശുദ്ധി എന്നതിനേക്കാൾ കൂടുതൽ വിശ്വസ്തയോടെ ജീവിക്കാൻ, വിളിച്ചവനോടുള്ള വിശ്വസ്തതയിൽ ജീവിക്കാൻ, അതിന് നമ്മുടെ മാനുഷികമായ ഒരു സാമർത്ഥ്യം പോരല്ലോ. ഷുവറായിട്ടും എന്താണ് അച്ഛൻ്റെ ഒരു ആശ്രയത്വം, എന്താണ് ഈ രീതി അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുമെന്നാണ് പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും ഈശോയെ പ്രഘോഷിക്കേണ്ട, അല്ലെങ്കിൽ ഈശോയുടെ രാജ്യവും നീതി അന്വേഷിക്കുന്ന മനുഷ്യരായിട്ട് വളരുക. അപ്പോൾ നമുക്ക് പിന്നീടുള്ളതൊക്കെ തമ്പുരാൻ്റെ ഡ്യൂട്ടിയാണ്, നമുക്കെല്ലാം തരും. എൻ്റെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈശോയെ പ്രഘോഷിക്കണമെന്നും സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അത് ഉള്ളിലുണ്ടായിരുന്നൊരു ആഗ്രഹം. അത് പിന്നെ ഈശോ ബാക്കിയുള്ളതൊക്കെ ഈശോ തന്നതാണ്, ദൈവം തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ പൗരോഹിത്യത്തിലും നമുക്ക് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം നമ്മൾ ഈശോയുടെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക എന്നുള്ളതാണ്. പിന്നീടൊക്കെ നമുക്ക് പിന്നാലെ വന്നോളും, നമ്മളത് തേടി പോകേണ്ട കാര്യമില്ല. അടിപൊളി ഉത്തരം. അതായത് ഈശോയുടെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് തരും എന്നുള്ള ആ ഒരു വലിയ ബോധ്യം തീർച്ചയായിട്ടും അതാണ്. പിന്നെ അച്ഛൻ മുമ്പ് പറയുന്ന വാക്കുകളെല്ലാം ക്ലിയറാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു കൂട്ടും ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വൈദികന് നിലനിൽപ്പിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ വീണ്ടും അച്ഛൻ്റെ ഇപ്പോൾ 2.5 മാസമായിട്ട് നാട്ടിലാണ്. ഇപ്പോൾ അച്ഛൻ എന്താണ് ചെയ്യുക? ഞാനിപ്പോൾ തൃശ്ശൂർ കാൽവരി ആശ്രമത്തിൽ, ഞങ്ങളുടെ ഒരു ആശ്രമത്തിലാണ്. ഇപ്പോൾ അവിടെ ഒരു ഫിലോസഫി സെമിനാരി കൂടിയാണ്. അവിടെ ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇപ്പോൾ അവിടെ സോഷ്യൽ സെൻ്ററുകളുണ്ട്, പാവപ്പെട്ട ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഇത് ചെയ്യുന്ന ഒരു സോഷ്യൽ സെൻറ്റേഴ്സ്. ഞങ്ങൾക്ക് ഏകദേശം 8ഓളം സെൻറ്ററുകളുണ്ട്. അവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സീസണിൽ കുട നിർമ്മാണം, പിന്നെ ഈ സീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, ഇപ്പോൾ കുഷ്യൻസ് അതൊക്കെ ചെയ്യുന്ന പരിപാടി, പിന്നെ ഈ നെയ്ത്ത് ഇതൊക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു സെൻറ്ററിൽ ഇതുപോലെ തന്നെ ഹാൻഡ് വാഷ്, ഫേസ് വാഷ്, അങ്ങനെയുള്ള കുറച്ച് സാധനം. അത് നമുക്ക് നമ്മുടെ സഭയ്ക്ക് സാമ്പത്തികമായിട്ട് ലാഭമൊന്നുമില്ല, അതിൻ്റെ ലാഭമൊക്കെ പോകുന്നത് പാവപ്പെട്ട ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് വന്നപ്പോഴും ആ ഒരു ഫീൽഡിൽ തന്നെ തുടരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ഞാൻ സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത ചോദ്യമാണ്. ആഫ്രിക്കയിൽ മിഷണറി ആവാൻ ആഗ്രഹിച്ച് വൈദിക പരിശീലന കാലഘട്ടത്തിൽ തന്നെ ഓപ്റ്റ് ചെയ്തു പോയ അച്ഛൻ ഇത്രയും നാൾ ദൈവം നൽകിയ ആഫ്രിക്കൻ പരിശീലനങ്ങൾക്ക് ശേഷം തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഇവിടെയും ഒരു മിഷണറിയായി തന്നെ മുന്നോട്ട് പോകേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തിയ കുറേ അനുഭവങ്ങളും എൻ്റെ ആഫ്രിക്കൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉൾക്കാഴ്ച കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക, ജീവിതത്തിന് വേണ്ടി ജീവിതത്തിൻ്റെ കുറേ ഉൾക്കാഴ്ചകൾ, കുറച്ച് ബോധ്യങ്ങൾ തന്ന അനുഭവങ്ങളൊക്കെ ആയിരുന്നു ആഫ്രിക്കയിൽ. ഇപ്പം എങ്ങനെ ഒരു സാധാരണക്കാരൻ്റെ വേദന, വിഷമം, അതൊക്കെ കാരണം അത്തരം ഒരു സാഹചര്യത്തിൽ ആൾക്കാരോടൊപ്പം ആയിരിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ സാധാരണക്കാർ നമ്മുടെ അടുത്ത് വരുന്ന അവരുടെ വിഷമം പറയുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അച്ഛൻ്റെ ഒരു ജീവിതത്തിൻ്റെ ലാളിത്യം വാക്കുകളിലുമുണ്ട്. കാരണം അച്ഛൻ വളരെ തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അച്ഛൻ പറയുന്ന കാര്യങ്ങളിലും അറിയാം, ഒന്നും ഉണ്ടാക്കി പറയാൻ വേണ്ടി പറയല്ല, സാധാരണ ഹൃദയത്തിൽ വരുന്നത് പോലെ അച്ഛൻ പറയണേ. എങ്കിലും ഞാനൊരു കടുംകട്ടിയായിട്ടുള്ളൊരു ചോദ്യം അവസാനം ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അച്ഛൻ്റെ ഒരു ജീവിതം മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു വൈദികൻ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈശോയെ കൊടുക്കുന്ന ഒരു വൈദികനായിട്ട് മാറുക. അടിപൊളി. അച്ഛൻ്റെ ജീവിതകാലം മുഴുവൻ
ഞാൻ പറയാൻ വേറൊരു കാര്യം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ ആ ഒരു ദൗത്യം അവിടെ കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ കയ്യിൽ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ആരാ ഭക്ഷണം തരിക? അപ്പോൾ തൊട്ടടുത്ത് നിന്ന് വേറൊരു അമ്മച്ചി തോളെ തട്ടിയിട്ട് ആ അമ്മച്ചിയോട് പറയാണ്, ഇനി ഈശോ ഉണ്ട്, നമുക്ക് ഈശോ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ബോധ്യം, നമ്മൾ ഫുഡ് കൊടുക്കുന്നതിലുപരി നമുക്ക് ആൾക്കാർക്ക് ഒരു ബോധ്യം, നമ്മുടെ മേലെ തമ്പുരാനുണ്ട്, ആ തമ്പുരാനിൽ ആശ്രയിച്ച ഈശോ നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു ബോധ്യം കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്, ഈശോയെ കൊടുക്കാൻ പറ്റി. ഒരുപക്ഷെ പലപ്പോഴും നമ്മളിലേക്ക് ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ആളുകളായി മാറുന്നൊരു അധപ്പതന സാഹചര്യം ഉള്ളപ്പോൾ ഇവിടെ അച്ഛൻ കൃത്യമായി പറയുന്നു, അച്ഛനെ കാണുന്ന ആളുകളെ, അച്ഛൻ ഇടപഴകിയ ആളുകൾക്ക് ഈശോയെ കാണാൻ പറ്റി എന്നതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ആ അമ്മച്ചിയുടെ വാക്കുകൾ. അച്ഛൻ അവസാനം പറഞ്ഞതുപോലെ ഈശോയെ കൊടുക്കുന്ന ഒരു വൈദികനായി തന്നെ ജീവിച്ച് മരിക്കാൻ ദൈവം അച്ഛനെ അനുവദിക്കട്ടെ. ഏത് സാഹചര്യത്തിലും ഈ ഒരു വിളിയിൽ നിന്ന് മാറിപ്പോകാതെ ഈശോയെ കൊടുക്കുന്നതിനായി ജീവിക്കാൻ അച്ഛനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകമായി അച്ഛനെ ഇത്രയും ഒരു ദൈവവിളിയിൽ നടത്തിയ സഹായിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അച്ഛൻ്റെ വൈദിക ജീവിതം ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ പ്രേക്ഷിത വൈദികനായി മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ, ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജോഷുവ പ്രോഗ്രാമിലെ 2 എപ്പിസോഡിലെയും അച്ഛൻ്റെ സാന്നിധ്യത്തിന് ശാലോം പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേരിൽ നന്ദി. താങ്ക് യു. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറി